വിളിച്ചെന്താ വെച്ചാല് ഈ നമ്മളിവിടെ ഈ വർക്കുകൾ കഴിഞ്ഞിട്ടുള്ള ബില്ലുകള് സാങ്ഷൻ ആക്കാനായിട്ട് ഇനി എന്തെങ്കിലും ഉണ്ടോ? അപ്പൊ പിന്നെ ആ സാങ്ഷൻ ആക്കിയിട്ടുള്ള ബില്ലുകൾ വേഗം ആളുകളെ വിളിച്ച് ഏൽപ്പിക്കണം, അതൊക്കെ കൊടുക്കണം. ആരൊക്കെയാണ് അത് ബില്ല് പാസ്സായിട്ടുള്ളതെന്ന് വായിക്കി? സുഗതൻ 35 ലക്ഷം, മന്മഥൻ 42 ലക്ഷം, പാരിജാതൻ 25 ലക്ഷം, മൊയ്തു 45 ലക്ഷം, ബാബു 30 ലക്ഷം. അപ്പൊ ആളുകളൊക്കെ ഒന്ന് വിളിച്ചു പറഞ്ഞാൽ അതൊക്കെ വേഗം കൊടുക്കാം. അവരൊക്കെ അധ്വാനിക്കുന്ന ആൾക്കാരല്ലേ, എന്തിനാ ഇവിടെ ചിറ്റിക്കണ് നമ്മള്? അങ്ങനെ ഇവിടെ ലാഗ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല, വേഗം കൊടുക്കും കേട്ടോ. ഉണ്ണേ ഒന്ന് ഇവിടേക്ക്, ഞാൻ തന്നോടൊരു കാര്യം പറയാനുണ്ട്. ഞാൻ ഇപ്പൊ ഇവിടെ വന്നിട്ട് കുറച്ച് ദിവസമല്ലേ ആയുള്ളൂ. അപ്പൊ നിങ്ങൾ ഈ സ്റ്റാഫുകൾക്ക് വേണ്ടിയിട്ട് ഞാനൊരു ഫംഗ്ഷൻ ഒന്ന് വെക്കാന്ന് ഇങ്ങനെ മനസ്സിലൊരു ആഗ്രഹം. നല്ലതാ സാറേ. അപ്പൊ എല്ലാവരും അതിലൊന്ന് പങ്കെടുക്കണം, താനൊന്ന് എന്റെ കൂടെ ഒന്ന് നിക്കണം. പിന്നെ മാത്രല്ല നമ്മുടെ ഇവിടെ സ്ഥിരമായിട്ട് വരുന്ന ചില കോൺട്രാക്ടേഴ്സ് ഉണ്ടല്ലോ, അവരെയും കൂടി ഒന്ന് അറിയിച്ച് ഞാൻ വിളിച്ചു പറയാം സാറേ. അപ്പൊ താൻ കൂടെ നിക്കണമെന്ന്. ഞാൻ നിൽക്കും. എന്റെ ബില്ല് വല്ലതും ഇവിടുന്ന് പാസ്സാവാ? അയ്യോ, ബില്ല് കിട്ടി സാറേ. ബില്ല് ഒരു 25ന്റെ ബില്ലുണ്ടായി, കിട്ടിയത് സന്തോഷമായി. അപ്പൊ പിന്നെന്താണ് അല്ല എന്താ തമാശ കളിക്കാത്? ഓഫീസല്ലേ? അല്ല, നമ്മളെ എല്ലാവർക്കും അങ്ങനെ എല്ലാവർക്കും ഉള്ള ഇടപാട് കൂടെ വേണ്ട. ഇവിടെ അങ്ങനെ ഈ നക്കാപ്പിച്ച വടിക്കാരിക്കല്ല ഞാന്. സാറേ 20 എന്ത് 20 ശരി, ഒരു 20 വേണ്ട ഇവിടെ വെച്ച് നീട്ട് ഒരു മര്യാദ വേണ്ടേ? അല്ല, ഇവിടെ ഞാൻ വർക്ക് ചെയ്യുന്നതിന് സർക്കാർ ശമ്പളം ഞാൻ തരും. ഒരു സന്തോഷത്തിൽ എന്ത് സന്തോഷമാണ് ഇതിന്? ഈ ഇടപാട് മേലിനോട് ചെയ്തു കേട്ടോ. അത് വേണ്ട, പാരിജാതനല്ലേ? അത് വേണ്ട പാരിജാത, അത് ശരിയാവൂല കേട്ടാ. ഏതൊക്കെ തരത്തിലെ ആളുകളെ തരം താഴ്ത്തണത്. അപ്പൊ ഉണ്ണിയേ, അതാ ഞാൻ പറഞ്ഞ ആ ഫംഗ്ഷൻ ഉണ്ടല്ലോ, നമ്മൾ ഈ സ്റ്റാഫുകളെ പാരിജാത ഇവിടെ നമ്മൾ ഈ സ്റ്റാഫുകൾക്കൊക്കെ വേണ്ടി ഒരു ഫംഗ്ഷൻ ഞാൻ വെക്കുന്നത്. ഞാനിപ്പോ വന്നിട്ട് അധികം സാധിച്ചില്ല, അപ്പൊ എല്ലാവരും ഒന്ന് കൂടിച്ചേരാൻ വേണ്ടിട്ട്. സാറിനൊന്നും പരിചയമായിട്ടില്ല. അപ്പൊ അത് അതിന് പങ്കെടുക്കണം. ഞാൻ ഉണ്ണീനെ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് ഏൽപ്പിച്ചെടുക്കും. ആ ഫംഗ്ഷന് നിർബന്ധമായിട്ട് വരണം, നിർബന്ധമായിട്ടു വരണം കേട്ടോ. ചേച്ചി ഇങ്ങനെ ആക്രാന്തം കാണിക്കില്ലേ? മട്ടൻ ഉണ്ട്, ഇത് കഴിഞ്ഞിട്ട് എടുക്കാം. ഈ പപ്പടവും സലാഡും ഉണ്ടല്ലോ, നല്ല കോമ്പിനേഷനാണ്. നമ്മളെ സിമെന്റും മെറ്റലും പോലെ. കഴിക്കട്ടോ, നമ്മുടെ ശരി, വടികൂടാതെ കഴിക്കും. നിങ്ങൾ ഈ 3 പേരിലോട്ട് ഇങ്ങനെ സ്റ്റൈലിലുള്ള കഴിക്കൽ വേണ്ടോ, വാരി കഴിച്ചോളി. നല്ല കൈ കൊടുത്തിട്ട് നമ്മൾ അറേഞ്ച് ചെയ്തത്. ശരിട്ടോ. എന്തൊക്കെ പറഞ്ഞാലും സുഗതൻ അന്ന് വാശിയോടുകൂടി ഒരു തീരുമാനം എടുത്തുകൊണ്ട് കാര്യങ്ങളെ കുറിച്ചാണ്. ആദ്യമായിട്ടൊരു സാറ് നമ്മളെ വിളിച്ചൊരു ട്രീറ്റ് ഒക്കെ തരും. ഇത് നമ്മുടെ ഓഫീസിന്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണ്. ഇങ്ങനെ വേണം കാര്യങ്ങൾ. ഇതെപ്പോഴും പൈസ പൈസ ബില്ല് എന്നൊക്കെ പറഞ്ഞ് ഓടുന്നതിന്റെ ഇടയിൽ ഇപ്പൊ ഉദ്യോഗസ്ഥ വ്യത്യാസമില്ല, കോൺട്രാക്ട് വ്യത്യാസമില്ല, എല്ലാവരും ഒരുപോലെ അല്ല, ജോളിയൊക്കെ ആയിട്ട്. അല്ല, എന്റെ കനാല് കെട്ടി എന്റെ ബില്ല് പാസ്സായ? ഏത് കനാല്? മറ്റേ തോട്ടക്കരയിലെ അപ്പുറത്തെ കനാല്. ബില്ല് പാസ്സായി. അതിൽ വലിയൊരു കഥയുണ്ടേ. നമ്മള് സത്യശീലൻ സാറിന് കൊടുക്കണ പോലെ ഒരു 15% എടുത്ത് ഞാൻ മേശപ്പുറത്തോട്ട് വെച്ച്. മാണ്ടാന്നൊന്നും പറഞ്ഞില്ല, വേണ്ടാന്ന് പറഞ്ഞ്. പുള്ളിയെന്നെ ഷൗട്ട് ചെയ്ത് വിറപ്പിച്ചു കളഞ്ഞില്ലേ. 10 പൈസയും കൊടുത്തില്ല, ബില്ലും റെഡിയാക്കി തന്നു. ഒറ്റ വിളിന്റെ പുറത്താണ് മൂപ്പർ ഇവിടെ എത്തിയേ. നമ്മളെ അളിയനേതാ മോയി. അതല്ലേ നിങ്ങളെ തന്നെ സെക്രട്ടറി ആക്കിയത്. സാറന്മാരെ ഒന്ന് ഉഷാറാക്കണ്ടേ? സാറപ്പുറത്തുണ്ട്. പറഞ്ഞില്ലേ, അതൊക്കെ സെറ്റപ്പ് ചെയ്തിട്ടുണ്ടാവും. സാറ് ഇതില്ലേ, ഞമ്മക്ക് അറിയാമോ മോനെ? റമു മാത്രല്ല, വേറെ സാധനം ഉണ്ട് നല്ലത്. അതല്ലേ ഞമ്മക്ക് അറിയാമെന്ന്. ഒരു ബിയർ കഴിക്കാൻ. അല്ല, അത് പെണ്ണുങ്ങൾ പിടിച്ചാൽ എന്ത് പിടിക്കും? ഓള് മണം പിടിക്കണോ? കാര്യമില്ല. നീല്ലേ സാറ് നിർത്തിയാ? ഞാൻ കാലത്ത് ഫുഡ് കഴിച്ചില്ല, ലൈറ്റ് ആയിട്ട് എന്തെങ്കിലും കഴിച്ചിട്ട് ഞാൻ അങ്ങോട്ട് വരാം. കഴിച്ചിട്ട് കഴിച്ചാൽ കിക്കാവൂല. അതുകൊണ്ടാ ഞാൻ ചിലപ്പോൾ അലമ്പാവും. ഓരോ നിർബന്ധിച്ചില്ല, നിർബന്ധിക്കാണെങ്കിൽ പോടുന്നുണ്ട്. ഇനി എന്തായാലും ഞാൻ നിർബന്ധിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. പോയി പത്തിരി നീ കഴിക്കാം. അങ്ങനെ എന്തെങ്കിലും കഴിക്കണമെന്നല്ല. പക്ഷെ എന്തായാലും ഉണ്ടല്ലോ, ആ സത്യശീല സാധനക്കാട്ടിലും 100 ഭേദാണല്ലേ. സത്യം. അതിനെന്തെങ്കിലും തരുമായിരുന്നോ? ഞാൻ ഒരു മിഠായി വെച്ചിട്ട് തന്നിട്ടില്ല. ദുഷ്ടൻ. ഇങ്ങനെ ഉണ്ട് നമ്മുടെ ഫംഗ്ഷൻ. ഗംഭീര പാർട്ടിയാ. ഇതിനൊന്നും കൂടി നന്നാക്കണം നിൽക്കുന്നുണ്ടായിരുന്നു. സാർ ഇത് വീട്ടിൽ വെച്ച് നടത്തിയാൽ മതിയായിരുന്നു. വീട്ടിലെന്താ വെച്ചാൽ ഒരു സൗകര്യങ്ങളാക്കി എടുത്തിട്ടല്ലോ. എൻ്റെ ഈ മലപ്പുറത്തുനിന്ന് പെട്ടെന്നുള്ള ഇങ്ങോട്ടുള്ള വരവും ഒക്കെ കൂടിയിട്ടൊരു ഇടങ്ങളുണ്ടായി. അതാണ് ഞാൻ ഇപ്പൊ ഇത് അറേഞ്ച് ചെയ്യാൻ കാരണം. ഇനി നമുക്ക് എന്തായാലും വീട്ടിൽ വെച്ചിട്ട് നടത്താൻ പറ്റും. ഞാൻ എന്ത് ചെയ്തിട്ടുണ്ടാ, നമ്മുടെ സിൽസില ഹോം അപ്ലയൻസസ് എന്ന് പറഞ്ഞിട്ടൊരു ഷോപ്പ് ഉണ്ടല്ലോ, അവിടെ ചെന്നിട്ട്
നമ്മുടെ വീട്ടിലേക്ക് വേണ്ടതായിട്ടുള്ള എല്ലാ സാധനങ്ങളും ഹോം അപ്ലയൻസസ് ഐറ്റംസ് മൊത്തം 50% ഡിസ്കൗണ്ട് ഉണ്ട്. കണ്ണടച്ചങ്ങോട്ട് മേടിച്ച് ഇപ്പോൾ സാറേ 2,63,000 രൂപ ആണെങ്കിലും ഇതിൽ ഇനി അവർ ഡിസ്കൗണ്ട് ചെയ്ത് തരും. ഇതും കിട്ടുമോ? പിന്നെ സാധനം എടുക്കാൻ ചെല്ലുമ്പോ കുറച്ച് തരും സാറേ. തരുമല്ലേ? എനിക്ക് കിട്ടിയിട്ടില്ലല്ലേ. അപ്പോ ഇതിപ്പോ എത്ര പറഞ്ഞു? 2,63,000 രൂപ. ആ അപ്പൊ അതങ്ങോട്ട് മന്മഥൻ ഏറ്റോ ഞാൻ നിങ്ങൾ കൊടുത്തോളി, നിങ്ങൾ കൊടുത്തോ. ഞാൻ മറ്റാ 25 ലക്ഷത്തിന്റെ അത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് പാസ്സാക്കാനുള്ള പരിപാടി. ഇന്നിന്റെ ഒരു സൈനേ വേണ്ടു. അത് വേണ്ടേ? അത് വേണം. ആ അപ്പൊ ഇത് കൊടുത്തോ ട്ടാ, ഇത് കൊടുത്തോളി. അപ്പൊ ഭക്ഷണം കഴിക്കട്ടോ, ഒക്കെ എടുത്ത് കഴിക്കും. ഇതൊക്കെ നമുക്ക് നഷ്ടാക്കരുത്. നല്ല കായ് ആക്കിയിട്ട് കഴിക്കട്ടോ. ആ